നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആശുപത്രി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആശുപത്രിയിൽ കയറാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഇവിടെ ഇതാ നാട്ടിൻ പുറത്തെ ഒരു സർക്കാർ ആശുപത്രി. ഈ സർക്കാർ ആശുപത്രിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവമേ, രാവിലെ തുറന്നു വെച്ച ആശുപത്രിയാ, ഒരൊറ്റ മനുഷ്യനില്ല. കണക്കിന് പോയി ഇത് തല്ലിപ്പൊളിച്ച് ഞാൻ വേറെ വല്ല പണിക്കും പോകും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമസ്കാരം. ഇവിടെ നമസ്കാരം ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല. അതാണ് എന്റെ കുഴപ്പം. എന്തെന്ന്? ഈ കൈ മടങ്ങിയില്ല, താഴത്തേക്ക് പോവുകയില്ല. അതാണ് കുഴപ്പം. അതെ അതെ. കൈ താഴൂല്ല, ഇതാണ് പ്രശ്നം. അതെ. നോ ഹാൻഡ് ബ്രിങ് അപ്പ് യുവർ ബോഡി. അതെ അതെ അല്ലേ? ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ. അതെ, പിന്നെ ഭയങ്കര സ്പെഷ്യലിസ്റ്റ്. എനിക്ക് വിശ്വാസം. ഞാൻ നോക്കട്ടെ. ആ, ശരിയാക്കോളൂ. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഇതെന്ത് പ്രശ്നം? ഇത് കൈയാണ്. ഇത് ഇങ്ങോട്ട് മാറി. നിനക്ക് വല്ല ടോള് പിരിവിനും പോയി ജീവിക്കാൻ പാടില്ല. നോക്കട്ടെ ട്ടാ. ഇതാണ് കുഴപ്പം. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഇതാണ് പ്രശ്നമല്ലേ? വേറെ ഡോക്ടർമാരെ കാണിച്ചോ? പിന്നെ പല ഡോക്ടർമാരെ കാണിച്ചു, ഒരു കുറവില്ല. ഒരു കുറവുമില്ല. എല്ലാവരും കാണിച്ചിട്ട് അവസാനമാണ് എന്നെ കാണാം. ഒരു കുറവുമില്ല. ഒരു കുറവില്ല. ഒരൊറ്റ മിനിറ്റ് ഞാൻ മാറ്റി തരട്ടെ. പെട്ടെന്ന് മാറ്റിച്ചാ. നേഴ്സുമാർക്ക് ആകെ നടക്കടായിട്ട് കൈ താന്നില്ലേ? അയ്യോ, കൈ ശരിയായി. കൈ താന്നു. എന്റെ ദൈവമേ, വലഞ്ഞ കാണിച്ചിട്ട് ശരിയാക്കാൻ ഭയങ്കര പരിപാടിയല്ലേ ഞാൻ. വലിയ ഉപകാരം. ഫീസ് എടുത്തില്ല. ഇങ്ങനെ കൈ ഇരുന്നാ പേഴ്സ് എടുക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ ഇരുന്ന ആരും ഫീസ് എടുക്കാതെ വന്നേക്കണം. ഫീസ് എടുത്തില്ല. ഫീസ് എടുത്തില്ലല്ലേ? അപ്പൊ നീ ഫീസ് എടുത്തിട്ടില്ല അല്ലേ? ഇല്ല. കുഞ്ഞിക്കുഞ്ഞായിട്ട് പോയിക്കോ. ആരെങ്കിലും 10 വയസ്സ്. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് കയ്യെത്താൻ പറ്റിപ്പോയതാ. മേലല്ലേ ഞാൻ മരുന്ന് മാറി. ഞാൻ പറയട്ടെ, എന്റെ മകൻ ജയൻ. ഈശ്വര, ജയന്റെ അച്ഛനാണോ? എന്റെ പൊന്നു ദൈവമേ, ജയന്റെ എത്ര സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മീശ മാധവൻ, ആദ്യത്തെ കൺമണി, ആരൂഢം, വാർത്തകൾ, കിരീടം, ചെങ്കോല്, ഇതിലെല്ലാം ജയന്റെ അഭിനയം എത്ര മനോഹരമായി. പറയട്ടെ, എന്നാ പറ. ഞാൻ ജയന്റെ അച്ഛനല്ല. ജയന്റെ അച്ഛനല്ല. പിന്നെ താനാരുടെ അച്ഛനാണോ? എന്റെ മകൻ വാസു. അവനെന്താ? അവന് ജയന്റെ സിനിമയൊക്കെ കണ്ട് ജയനെ പോലെ നടക്കും, ജയനെ പോലെ ചിരിക്കും, ജയനാന്നും പറഞ്ഞ് അവൻ നടക്കണത്. ഈശ്വര, ജയന്റെ അസുഖമാണോ? അതെ. ജയന്റെ അസുഖം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല. ജയന്റെ അസുഖം ഡോക്ടറെ മാറ്റാൻ പറ്റൂ. ജയനാണല്ലോ. അതെ. സുരേഷ് ഗോപി അല്ലല്ലോ. അല്ല. എന്നാലും സുരേഷ് ഗോപിയുടെ അസുഖം പിടിവിട്ടോണ്ട് ഒരുത്തിന് ഇങ്ങോട്ട് കയറി വന്നു. അവൻ ഇവിടെ മുഴുവൻ വെടിവെച്ചിട്ട് അവസാനം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിട്ട് അവൻ പോയത്. പോണ പോക്കിനവനൊരു സാധനം പറഞ്ഞു. എന്തെന്ന്? സിറ്റുന്നാണോ? അത് തന്നെ. അത് സുരേഷ് ഗോപി തന്നെ. ആട്ടെ, തന്റെ മോന് കാണുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാ? ഇവനെന്താ കുഴപ്പമെന്നാ? എന്റെ പൊന്നു ഡോക്ടർ, ഈ അസുഖം തുടങ്ങിയ പിന്നെ മിടിയും ടോപ്പിട്ട് ഏതെങ്കിലും ഒരു പെങ്കൊച്ച റോട്ടിൽ പോയാ സീമേലും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. മാത്രാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു 10 മാസം നിറഞ്ഞേക്കുന്ന ഒരു ആടുണ്ടായിരുന്നു. ഈ ആടിനെ കുതിരയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തടവി അത് ചത്തുപോയി. അവര് കേസ് കൊടുത്തേക്ക്. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ കുഴപ്പം. അവന്റെ പേരെന്താ പറഞ്ഞ? വാസു. വാസു എന്ന് പറഞ്ഞു വിളിച്ചാ വരില്ല. സീമയുടെ സൗണ്ടിൽ ജയേട്ടാ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞെത്തു അവൻ. സീമ അവന്റെ വീക്ക്നെസ് ആണ്. അതെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്ക്. കണ്ടിട്ടില്ല. എന്റെ പൊന്നു ദൈവമേ, ഈ തോട്ടപ്പുഴുവിന്റെ മേത്താണ് ജയം പിടിച്ചേക്കണം. തോട്ടപ്പുഴു എന്നൊക്കെ പറയല്ലേ? പാമ്പ് കടിക്കും. കടിച്ചു. മൂർഖം പാമ്പായതുകൊണ്ട് നാണം കിട്ടില്ല. നീർക്കോലിയായിരുന്നെങ്കിൽ നാറിപ്പോയനെ. വൃത്തിയോടെ കാണിക്കണ്ട, അതിനെ തല്ലി കൊല്ലടാ. കൊല്ലടാ. ഇവരെ ഞാൻ തല്ലിക്കൊല്ല, പിന്നെ ഇവരെ ഞാൻ സ്നേഹിച്ചു കൊല്ലൂ. ചെണ്ടിത്തരം കാണിക്കുന്നോളെ പട്ടി. പാമ്പിനെ കയറിയ പട്ടി എന്ന് വിളിക്കുന്നത്. അത് ശരി. എന്താ എന്റെ പേര് പറഞ്ഞ? വാസു. മോനെ വാസു. വെറും വാസുവല്ല, പിന്നെ ബെൻസ് വാസു. തുടങ്ങിയ പിന്നെ എങ്ങനെയാണ്? വൈക്കോലും കയറ്റിക്കൊണ്ട് ഏതെങ്കിലും വണ്ടി പോയി കഴിഞ്ഞാൽ പറഞ്ഞ എന്താണെന്നറിയാമോ? ജഗ് പോണതാണെന്ന്. ഒരു പ്ലേറ്റിൽ ഇഡ്ഡലി തിന്നാൻ കൊടുക്കാനേ പാടില്ല. അതെന്താണോ? അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ആണെന്ന്. അത് ശരി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാനേ പാടില്ല. അതെന്താ? ട്രെയിൻ പിടിച്ച് വലിക്കും. എന്തിന്? അവന്റെ ബെൽറ്റ് ആണെന്ന്. ദൈവമേ, എണീക്കാൻ പാൻ ജീവനില്ലാത്ത ഇവനാണ് ഇതൊക്കെ ചെയ്യണത്. ഡാടാ, എല്ലു കുത്തി കയറി ചാവും. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. എന്താ നിന്റെ പണി? ശശിമേശ്വരുടെ കൂടെ കോൺക്രീറ്റ് പണിക്ക് പോകുന്നു. മനസ്സിലായ? ശശിമേശ്വരിയുടെ കൂടെ വാർക്കപ്പണിക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ പണി ഇല്ലേടോ? ഇപ്പൊ പണിയില്ലേന്നോ? ഇവന് പണി കൊടുത്തത് അവർക്ക് വലിയ പണിയായില്ലേ? എന്താ? തമിഴ്നാട്ടിൽ നിന്ന് അന്യായ വില കൊടുത്തുകൊണ്ടുവന്ന കമ്പി മൊത്തം ഒറ്റക്കിണിരുന്ന് വളച്ചു കളഞ്ഞു. എടോ, വാർക്കപ്പണിയാകുമ്പോ പിന്നെ കമ്പി വളയ്ക്കാനുള്ളതല്ലേ? വളച്ചോട്ടെ. ഇത് മൊത്തം സീമയുടെ വളയാണെന്ന് പറഞ്ഞ് കുരുകുരുകുരാന്ന് പറഞ്ഞ് വളച്ചു കളഞ്ഞു.
എടോ ഞാൻ ഇതാണ് പറഞ്ഞേ, ഈ വക കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജയന്റെ അസുഖം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല. ജയന്റെ അസുഖം മാറ്റാൻ ഡോക്ടർക്ക് പറ്റൂ. എടോ ഞാൻ തപസ് ചെയ്താലും ഈ അസുഖം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല. ജയന്റെ അസുഖം മാറ്റാൻ ഡോക്ടർക്ക് പറ്റും. ജയന്റെ അസുഖം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല. പറ്റും. പറ്റൂലോ? എന്താ പറ്റില്ലാത്ത? എന്താ പറ്റൂലാത്തെന്നാ? ആ. എടോ ഇതേ അസുഖവുമായിട്ടേ ആ. 10-20 കൊല്ലമായി ഇവിടെ ചികിത്സയിൽ കഴിയുന്ന 5-6 വേറെ ഉണ്ടോ? എവിടെ? ദാ മക്കളെ, ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. കൂട്ടിപ്പോയി കിടക്ക് പോ. ഒരു ജയന്റെ അസുഖം മാറി. ഈശ്വര, ഒരു ജയന്റെ അസുഖം മാറിയോ? എന്റെ പൊന്നു ദൈവമേ, എന്റെ ഇത്രയും നാളത്തെ ചികിത്സ കൊണ്ട് ഒരുത്തിന്റെങ്കിലും അസുഖം ഭേദമാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചല്ലോ. ഇതൊക്കെ എന്താണോ? ഇത് അവൻ ഷർട്ടും പാന്റൊക്കെ അഴിച്ചു വെച്ച് അവൻ പണിക്ക് പോകാൻ പോണേണ്. ദൈവമേ, എന്നിട്ട് അവൻ എവിടെ? എവിടെ? കൊമ്പിൽ കിലുക്കും കെട്ടി ഉള്ളരിഞ്ഞ പന്തുരുത്തി, ചാടങ്ങത്തെ കുഞ്ഞിക്കുളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. കൊമ്പിൽ കിലുക്കും കെട്ടി ഉള്ളരിഞ്ഞ പന്തുരുട്ടി, ചാടം വച്ച കുഞ്ഞിക്കുളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. നേരം പോയി, നേരം പോയി, നേരം പോയി. കണ്ണിൽ വിളക്കും വച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി, ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നിരുപ്പാണേ.